ഇൻഡോർ പരിപാടികൾ, അകത്ത് നടക്കുന്ന പരിപാടികളിൽ ഹൈഡ്രജൻ ബലൂൺ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൂടി ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഈ ഹൈഡ്രജൻ വാതകം എന്നത് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുവാണെന്ന് നമുക്കറിയാം, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ബലൂണൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഗൊരേഗാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗൊരേഗാവ് വെസ്റ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമോൽ ടവർ എന്നതാണ് ഈ കെട്ടിടത്തിന്റെ പേര്. അവിടെ ഒരു പിറന്നാൾ ആഘോഷമുണ്ട്. അപ്പോൾ ആ വീട്ടുകാരൻ ഹൈഡ്രജൻ ബലൂൺ ഓർഡർ ചെയ്യുന്നു. 10-12 ഹൈഡ്രജൻ ബലൂണുമായി കടയുടമ അവിടുത്തെ തൊഴിലാളിയെ ഈ കെട്ടിടത്തിലേക്ക് വിടുകയാണ്. അയാൾ ഈ ലിഫ്റ്റിൽ കയറിയ ഉടനെ ഇത് ഒന്നാകെ പൊട്ടിത്തെറിക്കുകയാണ്. ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് 3 പേരാണ്. ഒന്ന് ഈ ഡെലിവറി എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഒരു 21-കാരി പ്രിയ എന്നതാണ് അവരുടെ പേര്. അവർ സൂറത്തിൽ നിന്ന് മുംബൈയിലേക്ക് വന്നതാണ്. അവരുടെ ആൻറ്റി ഇവിടെ താമസിക്കുന്നുണ്ട്, അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഒപ്പം മറ്റൊരു യുവാവിന് കൂടി തീർപ്പുള്ള ഏറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് അതീവ ഗുരുതരമല്ല, അപകടനില എല്ലാവരും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞെട്ടിക്കുന്ന സംഭവമാണ്. എങ്ങനെ തീപിടിച്ചു എന്നതിന് പല വിശദീകരണങ്ങളാണ് വരുന്നത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. ലിഫ്റ്റിനകത്ത് ഈ ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഉള്ളതാണ്. ഈ വാതകം ഏതെങ്കിലും തരത്തിൽ ചോർന്നെങ്കിൽ അതിൻ്റെ ഒരു സ്പാർക്ക് കൊണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുവാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഫ്രിക്ഷൻ കൊണ്ട് പരസ്പരം ഉരഞ്ഞുകൊണ്ടുള്ള ചൂട് പിടിച്ച് അങ്ങനെയും തീപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല സാധ്യതകളാണ്. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്.